മറ്റൊരു സന്തോഷ വാർത്ത കൂടി നമ്മളെ തേടി ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ രാവിലെ വന്നിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വാർത്തയാണ്. MG യൂണിവേഴ്സിറ്റി തലത്തിൽ സംസ്ഥാന തലത്തിൽ നടന്ന കലോത്സവത്തിൽ മോണോ ആക്റ്റിൽ A ഗ്രേഡ് നേടിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ സ്വദേശിയായ രാഹുൽ എന്ന വ്യക്തി. അദ്ദേഹം കുമളി സഖ്യജ്യോതി കോളേജിലെ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളോത്സവം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ ഇടുക്കി ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കലയും കലാകാരന്മാരെയൊക്കെ തന്നെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ വരവേൽക്കുന്ന വണ്ടിപ്പെരിയാർ പോലുള്ള പീരിമേട് പോലുള്ള പ്രദേശത്തിന് ഒരു അഭിമാനം കൂടി ആയിരിക്കുകയാണ് രാഹുൽ. ചില്ലറക്കാരനല്ല കേട്ടോ. ഇടുക്കി ജില്ലാ സെക്രട്ടറി എൻ്റെയാണല്ലേ ബാലസംഘത്തിലൂടെയാണ് രാഹുൽ ഈ രംഗത്തേക്ക് തന്നെ എത്തുന്നത്. ആ വാർത്ത കൂടി ഒന്ന് നമുക്ക് കാണാം. എന്നതാ അവറാച്ചായോ ഇതിനു മാത്രം തുള്ളിച്ചാടാൻ? 64-ലെ ഭൂനിയമക്കുറിക്ക് അയച്ച് ആര്? നമ്മുടെ സർക്കാര്. അങ്ങനെ ആ നൂലാമാല എന്നൊന്നും ഒഴിവായി. ശരി ചേച്ചി, വലിയൊരു നൂലാമാല തന്നെ ആയിരുന്നു. എൻ്റെ അൻസിമോളുടെ കല്യാണം നിശ്ചയിച്ചു. കല്യാണ ചെലവിന് വേണ്ടി 10 സെന്റ് സ്ഥലം കൊടുക്കാനൊരുങ്ങി. പട്ടയം ഇല്ലാത്തത് കൊണ്ട് ഭൂമി വിൽക്കാൻ സാധിച്ചില്ല. കല്യാണവും മുടങ്ങി. ഇനി കല്യാണ തിരക്കുകളൊക്കെ അങ്ങ് വരിക. ഇന്ന് തന്നെ അങ്ങ് വില്ലേജ് ഓഫീസറായി കണ്ടേക്കാം. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനത്തിന് എത്തിയ വണ്ടിപ്പെരിയാർ മൂലക്കയം സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ രാഹുലാണ് വണ്ടിപ്പെരിയാറിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്. കുമളി സഖ്യജ്യോതി കോളേജിലെ BSW 1ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് രാഹുൽ. വ്യത്യസ്തമായ മോണോ ആക്ടിലൂടെയാണ് വിവിധ കലാമത്സരങ്ങളിൽ രാഹുൽ പങ്കെടുക്കുന്നത്. കണ്ണകി, കോവലൻ, ചിലമ്പിന്റെ കഥയും ഏറ്റവും അവസാനമായി സർക്കാർ നടത്തിയ പട്ടയ വിതരണത്തിൽ സന്തുഷ്ടരായ പൊതുജനങ്ങളുടെ കഥയിലൂടെയുമാണ് രാഹുൽ വ്യത്യസ്തനായത്. പട്ടയ വിതരണം നടത്തിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവതരിപ്പിച്ച മോണോ ആക്ടിനാണ് MG യൂണിവേഴ്സിറ്റി സംസ്ഥാനതല കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയത്. മന്ദിരത്തിൽ വിളിച്ചു പറഞ്ഞ വ്യക്തിയാ സഖാവ് AKG. ശങ്കറിന്റെ പോലീസുകാർ അമരാവതിയിലെ കർഷക സമരം മുടക്കാനിങ്ങെത്തി. തലങ്ങനെയും വിലങ്ങനെയുമുള്ള അനൗൺസ്മെന്റുകൾ കേട്ടു. സമരനായകൻ AKG അറസ്റ്റ് ചെയ്തു. അലറിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരപ്പന്തലിലേക്ക്. ആൾക്കൂട്ടത്തിന് നടുവിൽ അതാ കിടക്കുന്നു സമരനായകൻ AKG. ഒപ്പം സുശീലയും ഉണ്ട്. കണ്ടു, AKG കണ്ടു. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അമ്മ എങ്ങനെയൊക്കെയാണ് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത്? ഞാനേ ഒരു കമ്മ്യൂണിസ്റ്റാ. ഞാനും എൻ്റെ പിള്ളേച്ചനും കുടിയേറ്റ കർഷകരുടെ ഈ സമരത്തിൽ പങ്കെടുക്കുമ്പം 45 ദിവസം മൂവാറ്റുപുഴ സെൻട്രൽ ജയിലിൽ കിടന്നതാ. അങ്ങനെ നേടിയതാ ഈ പട്ടയം. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളോത്സവം പരിപാടിയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ കലാപ്രതിഭയും ഇടുക്കി ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചത്. ഓട്ടംതുള്ളൽ, കഥകളി, കേരള നടനം, തെയ്യം, ക്ലാസിക്കൽ ഡാൻസ് എന്നിവയിലും രാഹുൽ കലാപ്രതിഭ കൂടിയാണ്. ബാലസംഘത്തിലൂടെയാണ് പൊതുപ്രവർത്തനത്തിലും ഒപ്പം കലാപ്രവർത്തനത്തിലും അരങ്ങത്തേക്ക് രാഹുൽ എത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാലസംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയാണ്. തന്നെ വളർത്തിയ ബാലസംഘത്തിനും കൂടെ നിന്നവർക്കും നന്ദി പറയാനും രാഹുൽ ഈ അവസരത്തിൽ മറന്നില്ല. ബാലസംഘം ഇടുക്കി ജില്ലയിൽ 15 ഏരിയകളിലും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയെ നല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാലസംഘം. ഇപ്പം വരുന്ന സാഹചര്യങ്ങളെ, പുതുയുഗങ്ങളെ കുട്ടികൾ എങ്ങനെ പഠിച്ചു പോകണം, കുട്ടികൾ ഈ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ജാതി മത ഭേദമന്യേ കുട്ടികളുടെ ഒരു സമുന്നത രൂപം വളർത്തിയെടുക്കാൻ ബാലസംഘത്തിന് ജില്ലക്കകത്ത് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന് ഏറ്റവും ഉതകുന്നത് വേനൽത്തുമ്പി കലാജാഥകളാണ്. കലാജാഥകളിലൂടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതോടൊപ്പം തന്നെ ജാതി മതം ഒന്നുമില്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ വേനൽത്തുമ്പിയിലൂടെയും നാടകങ്ങളിലൂടെ, കലാനാടകങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് ഞാനും വന്നത്. അതുകൊണ്ട് തന്നെ മോണാക്ട്, അതുപോലെ അഭിനയ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ബാലസംഘമാണ് എന്നെ പഠിപ്പിച്ചതെന്ന് വളരെ ഒരു അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നുണ്ട്. രാഹുലിനെ പോലുള്ള കലാകാരന്മാർ എന്നും നാടിന് അഭിമാനവും ആദരവും നേടിത്തന്നിട്ടുള്ള ആളുകളാണ്. ഇനിയും കലയിൽ തന്റെ കഴിവ് തെളിയിച്ച ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് രാഹുലിന്റെ ആഗ്രഹവും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നമ്മോട് ക്ഷമിച്ചാലും കണ്ണകി.